എന്താടാ എന്നിട്ട് വിശേഷം സുഖം തന്നെ? ഞാൻ പോട്ടെ. എവിടെ പോകുന്നില്ലേ? എന്താടാ നീ അങ്ങോട്ട് പോണത്? ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയത് പറഞ്ഞാ, മറ്റേ ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഡോക്ടറില്ലേ, അയാൾക്ക് അടുത്ത് 10 പറയാൻ പോയതാ. പക്ഷെ എന്റെ കഷ്ടകാലം അയാൾ അവിടെ ഒന്നും ഇല്ല. എടാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് അറിയാൻ പറ്റുന്ന ചോദിക്കുകയാണ്. എടാ പവി, ഞാൻ പോലും അറിയാതെ അവന്മാർ എന്നെ ആ ജോലിക്ക് കൂട്ടിയതല്ലേ. അങ്ങേരൊക്കെ പോയി, നാട് വിട്ട് ദുബായിൽ പോയി. അങ്ങേരൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളെല്ലാം ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. നീ എന്ത് മണ്ടത്തിലാ കാണിച്ചത്? നീ എന്തിനാ അവർക്ക് പോലീസിലേക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പോയത്? നീ മണ്ടിയാണോ മണ്ടിയോട്ട് അഭിനയിക്കാണോ? എടീ, ഞാൻ അവന്മാരെ എല്ലാം പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു, മനസ്സിലായോ? ഞാൻ കറക്റ്റ് സമയത്ത് ഇടപെട്ടത് കൊണ്ടാണ് നിന്റെ അമ്മാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 5ാമത്തെ ദിവസം തന്നെ കിടലേ കഴിക്കായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ വഴിയിലൊന്നും പോയി കളയല്ലോ. അമ്മരെ ഇതിനെ പിടിച്ചിട്ട് എല്ലാം പൊടിയാക്കിയിട്ട് ഡ്രഗ് എന്ന് പറഞ്ഞിട്ട് വിൽക്കും. അങ്ങനെ അവര് ചെയ്യും. അതല്ലേ ഭയങ്കര ദുഷ്ടന്മാരാണ്. തിരിച്ചു വന്ന തന്നെ ഭാഗ്യം കേട്ടോ. അല്ല ഒരു സെക്കൻഡ്, വേറെ കാര്യം പറയണ്ടല്ലോ. വീടല്ലേ ശ്യാമില്ലേ? ഏത് ശ്യാം? നിനക്ക് എത്രയൊക്കെ ശ്യാമിനെ അറിയാം? എനിക്കൊരു 5 ശ്യാമിനെ അറിയാം. എടി അതിൽ ഒരുത്തൻ എന്റെ ഫ്രണ്ട്, ഒരു ശ്യാം, ചുരുണ്ട മുടിയൊക്കെ വെച്ചിട്ട് ഇവിടെ മറ്റേ താടി ഇല്ലാതെ ഇവിടെ താടിയുള്ള ഒരുത്തൻ. അന്ന് എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അവൻ എന്റെ അടുത്ത് എന്ത് പറയാൻ? അല്ല എന്തെങ്കിലും കാര്യം പറഞ്ഞു? എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല എന്റെ പൊന്നു പവി. അല്ല എന്തോ പറഞ്ഞു? പറഞ്ഞില്ലടാ. അവൻ പറഞ്ഞെന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു കാര്യം. എന്തോ എന്നെ കുറിച്ചൊരു കാര്യം നിന്റെ അടുത്ത്. എന്ത് കാര്യം? ആലോചിക്കണം, മനസ്സിലായി? ഒന്നും പറഞ്ഞില്ല. ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഈ പിന്നെ എന്നെയും ചാരുവിനെയും പറ്റിയിട്ട് എന്തെങ്കിലും കാര്യം സെറ്റാക്കി തരണമെന്നല്ലോ. എന്നെയും ചാരുവിനെയും വെച്ചിട്ട് എന്റെ പൊന്നു ഭാവി എന്റെ അടുത്ത് അവനൊന്നും പറഞ്ഞൊന്നുമില്ല. നിനക്ക് ചെമ്മ തോന്നിയതായിരിക്കും. ഞാൻ പോട്ടെ. അഭിനയിക്കല്ലേ, കൂടുതൽ അങ്ങനെ അഭിനയിക്കല്ലേ, മതി കേട്ടോ. അവൻ പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പറഞ്ഞു നിന്റെയും ചാരുവിന്റെയും കാര്യം. അത് നടക്കത്തില്ല. ഞാൻ അവളുടെ അടുത്ത് അക്കാര്യം സംസാരിച്ചിട്ടില്ല. എനിക്ക് പേടി അവളുടെ അടുത്ത് അക്കാര്യമൊക്കെ സംസാരിക്കാനായിട്ട്. നല്ല ആളാ. ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാ മതി. ഞങ്ങൾ നമ്മളുള്ള ഫ്രണ്ട്ഷിപ്പ് കൂടെ പോയി. ഒന്നും അവള് പറയൂല. നീ പറഞ്ഞു നോക്ക്. എന്നെ കൊണ്ട് പറ്റത്തില്ല പവി. അതൊന്നും പറ്റൂലേ? ഇല്ല. പറ്റൂലെന്ന് ഉറപ്പാണോ? പറ്റൂല. അപ്പൊ UK ജോലി വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ. നീയൊക്കെ കാരണം എനിക്ക് ജീവിക്കാൻ പറ്റണ്ടായല്ലോടാ. UK ജോലി വേണോ? UK പോണോ? പോണം. ചാരു എന്റെ അടുത്ത് വരണം. നീ പോയി പറഞ്ഞാ മതി. നീ എന്നെ പൊക്കി പറഞ്ഞാൽ മതി. വേറെ ഒരു വിഷയമില്ല. നിനക്കാകുമ്പോൾ പറ്റും. അതുകൊണ്ടാണ്. പ്ലീസ് ഞാൻ നോക്കാം. നോക്കിയാ പോരാ, നടത്തിയേ പറ്റൂ. ഇന്ന് ചെയ്യണം. എന്ത് തുടങ്ങും? ഞാൻ പ്രത്യേക ദിവസം സമയം വല്ലതും പോണം. പോയി പറഞ്ഞാ പോരാ അവളെടുത്ത്. നിന്റെ വീട്ടിലല്ലേ അവളുള്ളത്. കഷ്ടകാലം വരുന്ന വഴിയേ. ഇന്ന് പറയണം. എന്നെ വിളിക്കണം പറഞ്ഞിട്ട്. മനസ്സിലായ? അപ്പോഴേ ജോലിക്ക് പോകാൻ പറ്റൂ. UK തെറ്റാക്കൂലല്ലേ? പറഞ്ഞില്ലെങ്കിലാണേ കാണാമേ. ഈശ്വരാ, UKക്ക് പോണോണ്ട് മാത്രമാ ഞാൻ ഇങ്ങനെ ചീപ്പ് കേസിലൊക്കെ നടക്കുന്നേ.